തിരക്ക് റിലീസായ അനന്തൻകാട് എന്ന തമിഴ് സിനിമയുടെ തമിഴ് ആൻഡ് മലയാളം രണ്ട് ലാംഗ്വേജിൽ റിലീസായ പടമാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്യാമറ റെന്റൽ മണി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് നമ്മുടെ ചാനലുകളിലും പ്രസ് മീഡിയയിലും പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗ് ഞാൻ ആവശ്യപ്പെട്ടതും അതിലേക്ക് നിങ്ങൾ സഹകരിച്ചതിലും വളരെ സന്തോഷം. അപ്പോൾ വന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ നായകനായ ആര്യയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഞങ്ങൾ അവരെ ചീറ്റ് ചെയ്തു, 1,80,00,000 രൂപയുടെ ഒരു ചീറ്റിംഗ് നടത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളും അമൗണ്ട് മെൻഷൻ ചെയ്യാത്ത വാർത്തകളും ഒരുപാട് പ്രചരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഈ മണി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം കോടതിയിൽ പോയത് ഞാനാണ്. റിലീസിന് മുമ്പ് ആദ്യം കോടതിയിൽ പോയത് ഞാനാണ്. വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി റിലീസിനുള്ള അനുമതി കോടതിയിൽ നിന്നും മേടിച്ചിട്ടാണ് ഈ പടം റിലീസ് ചെയ്തിട്ടുള്ളത്. ന്യൂസുകളിൽ കണ്ടത് ഞങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ മാത്രമാണ്. പക്ഷെ ഞങ്ങൾ അവർക്ക് കൊടുത്ത പേയ്മെന്റിന്റെയോ കോടതിയിൽ കെട്ടിവെച്ച പേയ്മെന്റിന്റെയോ ഒരു ന്യൂസും കണ്ടില്ല. അത് ഒരുപാട് സങ്കടം തോന്നിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ അതിലേക്ക് സഹകരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സാധാരണ നമ്മളൊരു ബിസിനസ് ആയാലും ഒരു സംരംഭം എന്തായാലും ഒരു പ്രോജക്റ്റ് ആയാലും മണി ഡിസ്പ്യൂട്ട് എന്നുള്ളത് വളരെ കോമൺ ആണ്. അപ്പൊ അത് രണ്ടുപേര് തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാതെ വരുമ്പോൾ അത് കോടതികളിലേക്ക് പോകും. കോടതി അന്തിമ തീരുമാനമെടുക്കും. അതനുസരിച്ച് പാർട്ടികൾ പ്രവർത്തിക്കും. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ താഹിർ സിനി ടെക്നിക് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ് ചെയ്ത് ഇവിടെ ഓഫീസുള്ള ഈ ക്യാമറ റെന്റൽ കമ്പനി പാർട്ണർഷിപ്പ് കമ്പനിയാണ്. അവർ ചേട്ടനും അനുജനുമാണെന്ന് തോന്നുന്നു. താഹിർ, വേറെ ഒരാള് സയ്യിദ് സാഹിദ്. ഇവര് ഞങ്ങളുടെ പേരിൽ ഈ കോടതികളിൽ കേസുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ ഹൈദരാബാദിൽ ഇൻഫ്ലുവൻഷ്യലായിട്ട് ഒരു കേസ് കൊടുത്ത് എഫ്ഐആർ ഇടിക്കുകയും ആ കേസ് ഈ ആര്യയുടെ സ്റ്റാർഡം ഡിഫെയിം ചെയ്യുക, അത് കാരണം ഒരു ബ്ലാക്ക്മെയിൽ സ്ട്രാറ്റജി ഉണ്ടാക്കി പണം അപഹരിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു കാര്യമാണെന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പടത്തിന്റെ ക്യാമറ റെന്റൽ എന്ന ഇതിലേക്ക് 75 ലക്ഷം രൂപ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ കൊടുത്തു തീർക്കുകയും ബാക്കി GSTയും ബാക്കിയുള്ള തുക കോടതിയിൽ കെട്ടിവെച്ചും ആണ് ഈ പടത്തിന് ഞാൻ റിലീസ് ഓർഡർ നമ്മുടെ എറണാകുളം കോടതിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഇവര് എറണാകുളം കോടതിയിലുള്ള ന്യൂസ് കേസ് മറച്ചു വെച്ചുകൊണ്ട് ഹൈദരാബാദിൽ തെലങ്കാനയിൽ ഒരു കൊമേഴ്ഷ്യൽ കോർട്ടിൽ വേറെ ഒരു കേസ് അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതും നിലവിലുണ്ട്. അപ്പൊ ഇത് രണ്ടും മറച്ചു വെച്ചുകൊണ്ട് ആര്യയുടെ സ്റ്റാർഡം ഉപയോഗിച്ച് അയാളെ കുറിച്ച് വാർത്തകൾ പ്രചരിപ്പിച്ച് ഇതിൽ നിന്നും പൈസ അപഹരിക്കാന്നുള്ള ഒറ്റ ദുരുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ന്യൂസ് പ്രചരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രസ് മീറ്റ് വിളിച്ചത്. പിന്നെ ആര്യ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവാം. അപ്പൊ ഇവർ ഈ ഷൂട്ടിംഗ് നടന്ന സമയത്ത്, ഈ പടത്തിന്റെ ഷൂട്ടിംഗ് കേരളത്തിലും നമ്മുടെ ബോർഡറിൽ തമിഴ്നാട് കുറച്ച് സ്ഥലത്തുമാണ് ആദ്യ ഇതിൽ നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഇവര് ഈ പടത്തിന്റെ 74ഓളം ഹാർഡ് ഡിസ്ക് ഫുട്ടേജ് ഉള്ള ഹാർഡ് ഡിസ്ക് ഇവര് രണ്ട് സ്റ്റേറ്റ് കടന്നാണ് ഹൈദരാബാദ് ഉള്ളത്. ഹൈദരാബാദിലേക്ക് കടത്തുകയും അവിടെ ഇത് ഹൈജാക്ക് ചെയ്ത് വെക്കുകയും ഞങ്ങൾ CGക്ക് വേണ്ടിയിട്ട് ഫുട്ടേജ് ആവശ്യപ്പെടുമ്പോൾ ഇവര് ഒരു ലെറ്റർ ആവശ്യപ്പെട്ടു, ഇതിൽ ആര്യ കൂടി സൈൻ ചെയ്യണം എന്നാലേ ഞങ്ങൾ റിലീസ് ചെയ്യുള്ളൂ. ഇതിനൊക്കെ നമ്മളുടെ പ്രൂഫ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പോയി ആ ഹാർഡ് ഡിസ്ക് എടുക്കാൻ വേണ്ടി പോയതും പോയ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അവരവിടുന്ന് കൊടുത്ത റെസിപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ അങ്ങനെയാണ് ആര്യ ഇതിലേക്ക് ഈ കേസിലേക്ക് എത്തിപ്പെടുന്നത്. അല്ലാതെ ആര്യയ്ക്കും ഈ പടത്തിന്റെ പ്രൊഡക്ഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ആര്യ ഒരു നടൻ മാത്രമാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ ഞാനാണ്. അപ്പൊ എല്ലാ ഡോക്യുമെന്റും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കൊടുത്ത പൈസയുടെ ഡോക്യുമെന്റ്, കോർട്ട് ഓർഡർ, പിന്നെ 74 ഹാർഡ് ഡിസ്ക് അവർ കൊണ്ടുപോയതിന്റെ തെളിവ്, അത് നമ്മൾ തിരിച്ചു വന്നതിന്റെ റെസിപ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കമ്പനികൾ, ഇതിന്റെ ഓണേഴ്സുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നമ്മളിവിടെ കേരളത്തിൽ ഇവർക്കൊരു ഓഫീസുണ്ട്. അപ്പൊ പൊതുവെ ആ ഓഫീസിൽ ഇൻചാർജ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന വ്യക്തികൾ ആര്യയുടെ ഫ്രണ്ടും കൂടിയാണ്. ഞാൻ എന്തിനാണ് ഹൈദരാബാദിൽ നിന്ന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആര്യ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവരുടെ ഇത് എടുത്തത്. അവർ തമ്മിൽ ഫ്രണ്ട്സുമാണ്. ആ ഫ്രണ്ട് എന്നുള്ള മുഖേനയായിരിക്കാം ചിലപ്പോൾ അവർ അയാളുടെയും കൂടെ സിഗ്നേച്ചർ മേടിച്ചത്. ആ സിഗ്നേച്ചർ ദുരുപയോഗപ്പെടുത്തിയാണ് അവർ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസ് പ്രചരിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
എത്രയാ സാറേ? അല്ല, നമ്മുടെ ഈ തെളിവുണ്ട് 75 ലക്ഷം കൊടുത്തതിന്റെ. 75 ലക്ഷം അല്ലാണ്ട് ഏകദേശം അല്ല, നമ്മൾ ഒരു ഡോക്യുമെന്റും അങ്ങനത്തെ ബില്ല് ഇല്ല. അതെല്ലാം അവർ നുണ പ്രചരിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന് ആദ്യം കോടതി പോയിട്ടുള്ളത് ഞാനാണ്. ഓർഡർ അറിഞ്ഞതിന് ശേഷമാണ് അവർ പെർഫോമ ഇൻവോയ്സ് നടത്തി 2 കോടിക്ക് ഒരു ഇൻവോയ്സ്. അത് പെർഫോമയാണ്, ആർക്കും ചെയ്യാവുന്ന, ആർക്ക് വേണേലും റേസ് ചെയ്യാം ഒരു അമൗണ്ട്. കിട്ടിയത് നമ്മുടെ ഓർഡറിന്റെ കോപ്പി. ആ ഓർഡർ ഡേറ്റ് 22 ആണ്. അത് അറിഞ്ഞതിന് ശേഷമാണ് അവരങ്ങനെ നമ്മൾ കൊടുത്ത പൈസയുടെ കണക്കൊക്കെ ഉണ്ട് നമ്മുടെ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതി ഓർഡറിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ GST ഉൾപ്പെടെ നമ്മൾ എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ പടത്തിന്റെ റിലീസ് ഓർഡർ മേടിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു സ്റ്റേറ്റിൽ നിന്ന് ബിസിനസ്സിന് ഇവിടെ വന്ന് നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് അവര് ലാഭം ഉണ്ടാക്കി ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഈ ഹാർഡ് ഡിസ്ക് ഫസ്റ്റ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത് തന്നെ ഒരു വലിയ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സാധാരണ ഹാർഡ് ഡിസ്ക് ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ഒരു കോപ്പി ഡയറക്ടറേറ്റിൽ കൊടുക്കണം. ഡയറക്ടറും അതിനുള്ള ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിച്ചില്ല എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം പുള്ളിയായിരുന്നു ഒരു കോപ്പി മേടിച്ചു വെക്കേണ്ടുന്നത്. പുള്ളി മേടിച്ചു വെച്ചില്ല. പുള്ളിയും ഒരുപക്ഷെ സാധാരണ പടങ്ങൾ ഇത്രയും നാൾ ചെയ്ത പടങ്ങളുടെ അനുഭവത്തിൽ പുള്ളി അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, കൊണ്ടുപോകാറില്ല. അങ്ങനെയായി പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവര് പ്രചരിപ്പിച്ചിട്ടുള്ളതെല്ലാം ഇപ്പം സാർ പറഞ്ഞോണം, ഇദ്ദേഹം പറഞ്ഞോണം, അവർ പ്രചരിപ്പിച്ചിട്ടുള്ളതെല്ലാം നുണകളായിട്ടുള്ള വസ്തുതകളാണ്. അപ്പൊ അതിന്റെ ഒരു ഉത്തമ തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ 32 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം. ഞങ്ങൾ 75 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബാക്കിയുള്ള തുക GST ഉൾപ്പെടെ കോടതിയിൽ കെട്ടിയും വെച്ചിട്ടുണ്ട്. എറണാകുളം മുനിസിപ്പൽ അതിന്റെ ഓർഡർ ഉണ്ട് നമ്മുടെ. അപ്പൊ നമ്മൾ ഈ ഓർഡർ അവർ ആദ്യം ഹൈഡ് ചെയ്തു. ഈ ഓർഡർ ഹൈഡ് ചെയ്തിട്ട് അവർ തെലങ്കാന കൊമേഴ്ഷ്യൽ കോർട്ടിൽ വേറൊരു കേസ് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കേസിന് വേണ്ടിയിട്ടുള്ള 2 സിവിൽ കേസ് നടത്താൻ പറ്റില്ല ഇന്ത്യയിൽ. ഒരു കോടതിയിൽ ഒരു സിവിൽ കേസ്, ഒരു മാറ്ററിന് 2 സിവിൽ കേസ് നടത്താൻ പാടില്ല. അതാണ് ഇന്ത്യയിലെ നിയമം. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവർ അവിടെ ആ കോടതിയെ അവർ കളിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളിപ്പോ അവിടെ കേസ് നടത്തുന്നുണ്ട്. പിന്നെ ഈ 2 വസ്തുതകളും ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ മറച്ചു വെച്ചുകൊണ്ടാണ് FIR അടിപ്പിച്ചത് ചീറ്റിംഗ് കേസിൽ. അവരെനിക്ക് 41A നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചപ്പോഴാണ് ഞാൻ വസ്തുതകൾ അറിയുന്നത്. അപ്പൊ നമ്മൾ അവരെ ലോയറിനെ അയച്ച് നമ്മൾ വസ്തുതകൾ അവരെ ധരിപ്പിച്ചു. ഇതേപോലെ 2 കോടതികളിൽ കേസ് നടക്കുന്ന ഒരു വസ്തുതയാണ്, നിങ്ങൾ FIR ഇട്ടേക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർ ഞങ്ങൾ ചാർജ് ഷീറ്റിൽ അത് മെൻഷൻ ചെയ്ത് ക്ലോസ് ചെയ്തോളാം അവർ വാക്കാല് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അഡ്വക്കേറ്റിന്റെ അടുത്ത്. ഒരു സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ മണി ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അതിന് ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു പോലീസ് കേസ് എടുത്തിട്ട് അതിലെ പ്രൊഡ്യൂസർ അല്ലാതെ അതിലെ ആക്ടറെ ഇൻവോൾവ് ചെയ്തിട്ട് പ്രഷറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കോളകളും സിനിമയിൽ നടക്കുന്നുണ്ട്. കാരണം അവരുടെ എക്യുപ്മെന്റ് നമ്മളെടുത്തു, അതിനൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകും, അതിന് സിനിമയിലെ ഹീറോയിനെ ഇൻവോൾവ് അയച്ച് എല്ലാ സ്ഥലങ്ങളിലും ന്യൂസ് കൊടുക്കുക, അങ്ങനെ പ്രഷറൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഞാനിത് എന്നെ കുറ്റമുക്തനാക്കാനോ ഒന്നുമല്ല. ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത് കോടതിയിലുള്ള കാര്യമാണ്. അപ്പൊ കോടതി പറയുന്ന ആളെ വിനോദാണോ, ഇതിന്റെ പ്രൊഡ്യൂസറായ ഞാനാണോ കുറ്റക്കാരൻ, അല്ല താഹിറാണോ കുറ്റക്കാരൻ, നാളെ കോടതി കണ്ടെത്തും. കോടതി അതിനുള്ള നടപടികൾ എടുക്കും. പക്ഷെ ഇതില് ആര്യെ വലിച്ചഴിച്ച് അദ്ദേഹത്തിന്റെ ഒരു പേര് മോശമായി ചിത്രീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രസ് മീറ്റ് നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. പുള്ളിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പുള്ളി ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പടങ്ങൾ റിലീസ് സമയത്ത് പുള്ളി അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഏറ്റെടുത്ത് പല ആക്ടേഴ്സും ചെയ്യാറുണ്ട്. അപ്പൊ അവരെ മോശമായിട്ട് ചിത്രീകരിച്ച് ചെയ്ത ഒരു കാര്യത്തിന് ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രസ് മീറ്റ്. ഈ പടത്തിൽ അങ്ങനെ നമ്മൾ അപ്രോച്ച് പോലും ചെയ്തിട്ടില്ല. അല്ല, പുള്ളി പറയുന്ന കൊറിയോഗ്രാഫി അങ്ങനെ ഇതില് കൊറിയോഗ്രാഫി നൃത്തം ഒന്നുമില്ലല്ലോ ഇതില്. അതൊക്കെ വെറുതെ സിനിമയെ ചുറ്റിപ്പറ്റി പല ന്യൂസുകളും ഉണ്ടാവും. ഈ പടത്തിൽ നൃത്തമോ അങ്ങനത്തെ ഒരു പാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഇതില് നമ്മൾ കാണിക്കുന്ന ആകെയുള്ളത് കൊറിയോഗ്രാഫി ആവശ്യമുള്ളത് ഒരു തിയേറ്ററിൽ സോങ് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരേ ആളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. അയാൾ തന്നെയാണ് അത് എടുത്തതും. ബാബാ ഭാസ്കർ തന്നെയാണ് അത് എടുത്തത്. നമ്മൾ ജോണി മാസ്റ്ററിനെ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല. ജാണി മാസ്റ്റർ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന തെലുങ്ക് ജാണി മാസ്റ്റർ അല്ല. പുള്ളിയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കേസിനൊക്കെ മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പുള്ളിയായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കേസ് നിലവിൽ കോടതിയിലുള്ളപ്പോ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിലോടൊന്നും ഞാൻ അനുകൂലിക്കില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. ആർക്ക് ആരെക്കുറിച്ച് വേണേലും കേസ് കൊടുക്കാം. ഇപ്പൊ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അയാള് ഹൈദരാബാദ് കോർട്ടിൽ കേസ് കൊടുത്തിട്ടുള്ളത്. ആ കോടതിക്ക് അറിയില്ല ഇവിടെ
കേസുണ്ട കാര്യം. അത് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇനി 20-ാം തീയതിയിലേക്ക് കേസ് വെച്ചേക്കാണ്. അതേപോലെ ഈ 2 കോടതിയിലുള്ള കാര്യവും മറച്ചു വെച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ പല ഇത് വെളിയിൽ വരുന്ന ന്യൂസ്, ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരേ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയും കൂടെ ഒന്ന്, ഞാനിത് കംപ്ലൈന്റ് ആയിട്ട് പറയുകയല്ല, അത് ഞങ്ങൾക്ക് വളരെ ഒരു റിലീഫായിരിക്കും ചോദിക്കുന്നത്, നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു 32, അപ്പൊ എന്റെ 75 തെളിവുണ്ട്. 75 പിന്നെ ഒരു DD ഉണ്ട്, കോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത DD ഉണ്ട്. അപ്പൊ അത് നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അപേക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.